Hi, folks, and I hope everybody will be alright. And one more thing, ഞാനിന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഒരു സബ്ജക്റ്റ് സെലക്ഷൻ വൈസ് ഒരു ബോഡി സിസ്റ്റം, സെൽ ബയോളജി, മെഡിക്കൽ ഫിസിക്സ് അങ്ങനെ കുറേ സബ്ജക്ട്സ് ഉണ്ടല്ലോ. ഇതെല്ലാം ഒരു സബ് യൂണിറ്റ്സ് വരുന്നുണ്ട്. അതായത് അനാറ്റമി, ഹിസ്റ്റോളജി ആൻഡ് റേഡിയോളജി ഇവയെല്ലാം ബോഡി സിസ്റ്റം എന്ന് പറയുന്ന ഒരു വിഷയമാക്കിയിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ സെൽ ബയോ എന്ന് പറയുന്നത് സെൽ ബയോളജിയും ബയോ കെമിസ്ട്രിയും കൂടെ ചേർന്നിട്ടുള്ളൊരു വിഷയമാണ്. സോ അതിൽ സെൽ ബയോളജി ഞങ്ങൾക്ക് പ്രത്യേകം ഒരു ടീച്ചറുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്കാരി പ്രസൻറ്റേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ 3rd വീക്ക് ആയിട്ടുള്ളൂ ക്ലാസ്സിൻ്റെ. സോ അതേ സംബന്ധിച്ച് ഞാൻ നാളെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഐ ആം സോ I was so excited, first of all. Then I'm a little bit nervous. I don't know why it is. Maybe first presentation ആയതുകൊണ്ടായിരിക്കാം. Of course, അപ്പോൾ ഞാനിതൊന്ന് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആൻഡ് എനിക്കറിയില്ല എങ്ങനെയാണ് ഔട്ട്കം വരികയെന്ന്. സോ അത് തന്നെ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി. ഈ ഒരു ബോർഡാണ് നമ്മളുടെ ബസ് വരുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സിഗ്നൽ ബോർഡ്. ആൻഡ് അതിന് ശേഷം മച്ചൂക്കയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ മച്ചൂക്ക കയറി. മച്ചൂക്ക മീൻസ് ഇവിടെ ജോർജിയയിലെ മിക്കയിടത്തും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ബസ്സും ഉണ്ട്, മച്ചൂക്കയുണ്ട്. അപ്പോൾ എൻ്റെ ഏരിയയിൽ ഒരു ബസ്സും ഒരു മച്ചൂക്കയാണ് വരുന്നത്. ഐ മീൻ ഒരേ നമ്പറിൽ തന്നെ മച്ചൂക്കയും കാണും, ബസ്സസും ഒരുപാട് കാണും. അപ്പോൾ നമുക്ക് മാറി മാറി കയറാവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ടൈമിന് കിട്ടിയത് മച്ചൂക്കയുണ്ട്. ഞാനിപ്പോൾ മച്ചൂക്കയിൽ പോവാണ്. ഇനി എനിക്ക് യൂണിവേഴ്സിറ്റിയിലെത്താൻ വേണ്ടിയിട്ട് ഒരു മെട്രോ പിടിക്കണം, പിന്നെ ഒരു ബസ്സും പിടിക്കണം. ഇതൊക്കെ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്, പക്ഷേ നമുക്ക് പോകാൻ എളുപ്പത്തിന് അങ്ങനെ പോകുന്നു. ഇപ്പോൾ മച്ചൂക്കയിൽ നിന്ന് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ദെൻ ഇത് സദ്ഗുരി മൊയ്താനി, അതായത് സ്റ്റേഷൻ സ്ക്വയറാണ്. ഞാനപ്പോൾ ഇവിടെ മിക്കയിടത്തും ട്രാൻസ്പോർട്ടേഷന് സ്റ്റുഡൻസ് പൊതുവേ സ്റ്റുഡൻറ്റ് ഡെബിറ്റ് കാർഡ്സ് ഉണ്ട്. അത് ടാപ്പ് ചെയ്തിട്ടാണ് മിക്കയിടത്തും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതിൽ കുറച്ച് ഇളവുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ 1.5 മണിക്കൂറത്തേക്ക് പിന്നീട് പൈസ ഒന്നും അക്കൗണ്ടിൽ നിന്ന് പോകത്തില്ല. പോയാലും 0.20 ഒക്കെ പോകാറുള്ളൂ. അങ്ങനെ ഇതെൻ്റെ മെട്രോ ആണ്. അങ്ങനെ മെട്രോ കയറി എൻ്റെ സ്റ്റേഷൻ ഉണ്ട്, യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഷനുണ്ട്, വിച്ച് ഈസ് സരാജശ്വിലി എന്ന് പറയും. അപ്പോൾ എനിക്കിനി അങ്ങോട്ടാണ് പോവേണ്ടത്. ഇത് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സ്റ്റേഷനെത്തി. ഞാനിപ്പോൾ എസ്കലേറ്റർ കയറാൻ പോവാണ്. ഇവിടെയുള്ള മിക്ക മെട്രോ സ്റ്റേഷൻസും അണ്ടർഗ്രൗണ്ടിലാണ്. ഒരു 135 to 230 മീറ്റേഴ്സ് അണ്ടർഗ്രൗണ്ടിലോട്ടാണ് മെട്രോ സ്റ്റേഷൻസ് വരുന്നത്. അങ്ങനെ ഞാൻ മെട്രോയിൽ നിന്ന് ഇറങ്ങി. ഇനി എനിക്കൊരു ബസ് പിടിക്കണം, എന്നാലേ എൻ്റെ യൂണിവേഴ്സിറ്റിയിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റേഷനിലൂടെ ഞാൻ നടക്കുകയാണ്. ഞാൻ ബസ് കയറി. ബസ്സിലൊരു അതിഥി ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഡോഗ്സ് ആയാലും ക്യാറ്റായാലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആൻഡ് ഇത് ഇവിടുത്തെ ഒരു മെയിൻ റിവറാണ്, കൂറ റിവർ എന്ന് പറയും. ടിബിലിസി ഫുള്ളായിട്ട് ഈ നദിയാണുള്ളത്. ദെൻ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്ന വഴി തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 നദികളുണ്ട്. രണ്ടും കൂറ റിവറിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി എൻ്റെ യൂണിവേഴ്സിറ്റി എത്താറായി. എനിക്കിന്നൊരു പ്രസൻറ്റേഷൻ, ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രസൻറ്റേഷനുണ്ട്. അതിൻ്റെ ഒരു നെർവസ്നെസ് ഉണ്ട്. അതുമല്ല, ഇന്ന് എനിക്ക് പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള വിഷയം മാത്രമേ ഉള്ളൂ, വേറെ സബ്ജക്ട്സ് ഒന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ക്ലാസ് മാത്രമേ എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ വാസ് എ ബിറ്റ് നെർവസ്. Organization of the cell, where he was discovering the structures of the organelles, and also from his discovery he had done with the microscopy, electron microscopy, and also he had done cell refraction for it. So he was at that time he was discovering lysosome and its function. But when one organelle had done detoxification inside a cell, so from that 0.1 to 1 micrometer in diameter, single membrane bound organelle, a thin membrane on the outside inside, granular matrix filled with enzyme, possibly a dense
where family is responsible. The Christian thought is present in many. സോ പ്രസൻറ്റേഷൻസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ പോയി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.